ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം യഥാർത്ഥമായ ആരാധന. എന്താണ് ആരാധന? ആരെയാണ് ആരാധിക്കേണ്ടത്? എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ആരാധകന്റെ മനോഭാവം എന്തായിരിക്കണം എന്നെല്ലാം നമുക്കൊന്ന് ചെറിയ രീതിയിൽ ചിന്തിക്കാം. ഏകദേശം 182 മുതൽ 332 തവണയാണ് ബൈബിളിൽ ആരാധനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തകൻ 51 സങ്കീർത്തനത്തിൽ 17 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഉരുകിയ മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായ ബലി. 50 സങ്കീർത്തകൻ എഴുതിയിരിക്കുകയാണ്, കൃതജ്ഞതയാണ് യഥാർത്ഥമായ ബലി. 110 സങ്കീർത്തനം 1 വാക്യം, എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, നിന്റെ ശത്രുക്കളെ പാദപീഠത്തിലാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുവിൻ. യെശയ്യാ 1:11 പറയുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്ക് എന്തിനാണ്? മാറ്റമില്ലാത്ത ഒരു ജനതയെ നോക്കി യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ ബലികൾ എനിക്ക് എന്തിനാണ്? ബൈബിളിൽ പുറപ്പാട് 8:1 ദൈവമായ കർത്താവ് നേരിട്ട് മോശയോട് പറയുകയാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക, കർത്താവ് കൽപ്പിക്കുന്നു, എന്നെ ആരാധിക്കുവാനായി എന്റെ ജനത്തെ വിട്ടയക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെ ഓരോ മേഖലയിൽ കർത്താവ് വിട്ടയച്ചിട്ടുണ്ട്. സാമ്പത്തികമായ മേഖലയിൽ, ആരോഗ്യത്തിന്റെ മേഖലയിൽ കർത്താവായ ദൈവം നമ്മളെ വിട്ടയച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട ഫ്രീഡം തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം നാം കർത്താവിനെ കൂടുതലായി ആരാധിക്കണം. പുറപ്പാട് 9:1 കർത്താവ് വീണ്ടും മോശയോട് അരുളി ചെയ്യുന്നു, ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, എന്നെ ആരാധിക്കുവാൻ വേണ്ടി എന്റെ ജനത്തെ വിട്ടയക്കുക. ഡയറക്റ്റ് കമാൻഡാണിത്. ദൈവമായ കർത്താവ് നേരിട്ട് കൊടുക്കുന്നതാണ്. പുറപ്പാട് 9:13 ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു, എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി എന്റെ ജനത്തെ വിട്ടയക്കുക. പുറപ്പാട് 23:25 ദൈവമായ കർത്താവ് തന്നെ ആരാധിക്കുന്നതിന്റെ ആവശ്യകതയും അതിലൂടെ തന്റെ ജനത്തിന് ലഭിക്കുന്ന ഗുണങ്ങളും പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. യോഹന്നാൻ 4:24 യേശു തന്നെ നേരിട്ട് സമരിയാക്കാരി സ്ത്രീയോട് പറയുകയാണ്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. യോഹന്നാൻ 6:63 പറയുന്നു, ദൈവം ആത്മാവാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ദൈവം ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. യോഹന്നാൻ 14:6 പറയുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും. അപ്പോൾ കർത്താവായ യേശുവിനെ നാം ആരാധിക്കണം എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. റോമർ 12:1 നാം എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെ ആരാധന അത് യഥാർത്ഥത്തിലാകുന്നത് നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധമായി സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. റോമർ 1:24 എന്തുകൊണ്ടാണ് നാം ആരാധിക്കേണ്ടത്, ആരാധിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് എഴുതിയിരിക്കുന്നു. അവർ ദൈവത്തെ ദൈവമായി അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ആരാധിക്കാത്തതിനാൽ അവിടുന്ന് അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടെ ശരീരങ്ങളെ പരസ്പരം അപമാനിക്കുന്നതിനായി അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജഡികമായ അഭിലാഷങ്ങളാൽ, ഒരു രീതിയിലും കൺട്രോൾ ചെയ്യപ്പെടാത്ത ആഗ്രഹങ്ങളാൽ തളരുന്നവരാണോ? കർത്താവിന്റെ തിരുവോസ്തിയുടെ മുമ്പിൽ പോയി ആരാധനയിലിരിക്കൂ. അവിടുന്ന് നിങ്ങളെ വിശുദ്ധീകരിക്കും. ഉൽപ്പത്തി 22:5 അബ്രഹാം തന്റെ പുത്രനായ ഇസഹാക്കുമായി മോറിയ മലയിലേക്ക് പോകുമ്പോൾ 5 വാക്യത്തിൽ പണിക്കാരായി കൂടെ വന്നവരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കുവിൻ, ഞാനും എന്റെ മകനും പോയി ദൈവത്തെ ആരാധിച്ചിട്ട് വരട്ടെ. ആദ്യമായിട്ടാണ്
ആരാധന എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അബ്രാഹമാണ്. ആരാധനയും ബലിയും പലപ്പോഴും ഒന്നിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അത് പഴയ നിയമം മുതൽ നാം കാണുന്നു. ഓരോ ആരാധനയും അതിന്റെ പൂർത്തിയിൽ ഒരു ബലിയുണ്ട്. അതുകൊണ്ട് തന്നെ ബലി ജീവിതത്തിൽ നിന്നകന്ന് ഒരാരാധനയില്ല. അതുകൊണ്ടാണ് ആരാധനയുടെ അത്യുംഗ രൂപമായ വിശുദ്ധ കുർബാനയിലേക്ക് നാം എല്ലാം കടന്നു വരുവാൻ കർത്താവായ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? നിയമാവർത്തനം 6:13. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ സേവിക്കുകയും ചെയ്യണം, അവിടുത്തെ നാമത്തിൽ മാത്രമേ സത്യം ചെയ്യാവൂ. ഐസായ ഒരു ദർശനം കാണുകയാണ്. 6-ാം അധ്യായം 1-6 വരെ. ഊസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും ചിറകുകൾ ഉണ്ടായിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 ചിറകുകൾ കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കുവാൻ ഉപയോഗിച്ചിരുന്നു. അവ പരസ്പരം ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞു നിന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം എന്തിനെ ആരാധിക്കുന്നു അതിലേക്ക് പതിയെ പതിയെ നാം വളർന്നു വരും. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഔട്ട്ലുക്ക് എല്ലാം നാം ആരെ ആരാധിക്കുന്നുവോ അതുപോലെ ആയിത്തീരും. യേശുവിനെ നമുക്ക് കൂടുതൽ ആരാധിക്കാം, ആ ആറ്റിറ്റ്യൂഡിലേക്ക് വരാം. ദ ഗ്രേറ്റസ്റ്റ് ലവ് സ്റ്റോറി ഓഫ് ഓൾ ടൈം ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ടൈനി ഹോസ്റ്റ്. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജഷീൻ പറയുകയാണ്, 1,000 years of enjoying human glory is not worth even an hour spent in sweetly communing with Jesus in Blessed Sacrament. സെയിന്റ് പാദ്രെ പിയോ, പേട്രൺ സെയിന്റ് ഓഫ് അഡോറേഴ്സ് പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ഫ്രണ്ട്സിയിൽ കുറെ ബഹളവും ഒച്ചയും പാട്ടും കൂത്തും ഡാൻസും തലയിറങ്ങി വീഴലും ഇതെല്ലാമാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പലപ്പോഴും അങ്ങനെയല്ല. കർത്താവിന്റെ സന്നിധിയിൽ ശാന്തമായി പോയിരിക്കുക. വിശുദ്ധ കൊച്ചുറേസ്യ പറയുന്ന പോലെ, ഞാൻ ഈശോയെ നോക്കിയിരുന്നു, ഈശോ എന്നെയും നോക്കിയിരുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾ കൂടുതൽ സമയം വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ചെലവഴിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനുള്ള കൃപ പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും സകല മാലാഖമാരും സകല വിശുദ്ധരും സകല ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും നിങ്ങൾക്ക് നൽകട്ടെ എന്നും പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.